എയ്ഡഡ് സ്കൂൾ അധ്യാപികയായ ഭാര്യയ്ക്ക് 14 വർഷമായി ശമ്പളം ലഭിക്കാത്ത മനോവേദനയിൽ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ PAയ്ക്കും സെഷൻ ക്ലർക്കിനുമാണ് സസ്പെൻഷൻ. സ്കൂളിലെ പ്രധാന അധ്യാപികയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് പരിധിയിലുള്ള നാറാണമൂഴി സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ അധ്യാപിക ലേഖയുടെ UPST തസ്തികയിലെ നിയമനം ഉപാധികളോടെ അംഗീകരിച്ചുകൊണ്ട് ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു. അധ്യാപികയുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും 3 മാസത്തിനുള്ളിൽ വിതരണം ചെയ്യാൻ പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് സർക്കാർ നിർദ്ദേശം നൽകി. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഈ തുക ഉടൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഷിജോ. എന്നാൽ ശമ്പള കുടിശ്ശിക അനുവദിക്കുന്ന കാര്യത്തിൽ മറ്റു തുടർ നടപടികൾ സ്വീകരിക്കുന്നത് ഉദ്യോഗസ്ഥർ വൈകിപ്പിച്ചു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ പ്രതി ഉണ്ടായിരുന്നു. ജനുവരി 17 മുമ്പായിട്ട് നമുക്ക് ശമ്പളം ഫുൾ എഴുതണം. ഗവൺമെൻറ് അത് വെച്ച് ഓർഡർ ഇട്ടിരുന്നു. ഈ ജനുവരി 30 മുമ്പ് എഴുതി കൊടുക്കണമെന്ന് ഗവൺമെൻറ് ഓർഡർ ഉണ്ടായിരുന്നു. ആ 2 ഓർഡർ ഇവർ ധിക്കരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ PA അനിൽകുമാർ NG, സൂപ്രണ്ട് ഫിറോസസ്, സെക്ഷൻ ക്ലർക്ക് ബിനിയാർ എന്നിവരെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തത്. സ്കൂൾ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാനും സ്കൂൾ മാനേജ്മെന്റിന് നിർദ്ദേശം നൽകുകയായിരുന്നു. 24 പത്തനംതിട്ട.